അപ്പോൾ എക്കോ മൂവി OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഈ ഒരു മൂവിയെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി ഈ മൂവിയെ കുറിച്ചൊന്നും മനസ്സിലായില്ല എന്ന്. സ്പൂൺ ഫീഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പടത്തിലില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എക്കോ മൂവി കണ്ടിട്ട് അത് മനസ്സിലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പടം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. സ്പോയിൽഡ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നേരെ പോയേക്കാം. ഫസ്റ്റ് തന്നെ പറയാം, മ്ലാത്തിച്ചേട്ടത്തെയാണ് കുര്യച്ചനെ തടവിലാക്കി വെച്ചേക്കുന്നത്. ബട്ട് വൈ? എന്തിനാണ്? മ്ലാത്തിച്ചേട്ടത്തെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും കുര്യച്ചനും അനുഭവിക്കാൻ തന്നെയാണ്. മലേഷ്യയിൽ നിന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞും പുള്ളിക്കാരി ഒരു കൂട്ടിലടച്ച കിളിയെ പോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അവസാനം വിനീന്റെ ക്യാരക്ടർ പറഞ്ഞ സത്യങ്ങളെല്ലാം പുള്ളിക്കാരി അറിയും. അപ്പോൾ ഇത്രയും കാലം കള്ളം പറഞ്ഞ് ഇവിടെ അനുഭവിച്ചതെല്ലാം കുര്യച്ചനും അനുഭവിക്കണം എന്ന് ഓർക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഡോഗ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സത്യം പറഞ്ഞാൽ ആ കാര്യം എന്നെ ഒന്ന് ഡൗട്ട് അടുപ്പിച്ചായിരുന്നു. കാരണം മ്ലാത്തിച്ചേട്ടത്തിയേക്കാൾ നല്ലൊരു ട്രെയിനറാണ് കുര്യച്ചൻ. എന്നിട്ടും എങ്ങനെ മ്ലാത്തി അതിനേക്കാൾ നന്നായി പട്ടികളെ ട്രെയിൻ ചെയ്തത്? ഫ്ലാഷ് ബാക്ക് സീനിലായിട്ട് മ്ലാത്തിയുടെ ആദ്യ ഭർത്താവായ യോസിയാൻ ട്രെയിൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് മ്ലാത്തി ചേട്ടത്തി ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. കാരണം കുര്യച്ചൻ ഉള്ള ഫുഡ് കൊണ്ടുപോകുന്നത് ഈ പട്ടികളാണ്. പ്യൂസ് ആ ഒരു മുള എടുക്കുമ്പോൾ അത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് സീനിൽ യോസിയാനം ഇങ്ങനെ ഫുഡ് കൊടുത്ത് വിടുന്നുണ്ട്. പിന്നെ പട്ടികൾ ചാടി ചവിട്ടുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ യോസിയാൻ പട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് മ്ലാത്തി കണ്ടിട്ടുണ്ടാകും പണ്ട്. ഇനി ഒരിക്കലും അന്ന് അനുഭവിച്ച പോലെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മ്ലാത്തി ഒരു മുൻകരുതൽ എടുത്തതാകും പട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. യോസിയാനുള്ള അസൂയ കൊണ്ടും കൂടിയാണ് പുള്ളിക്കാരനെ പോലീസ് കേസിൽ കുടുക്കിയതെന്ന് പറയുന്നുണ്ട് വിനീതിന്റെ ക്യാരക്ടർ. യോസിയാൻ ട്രെയിൻ ചെയ്ത പോലെ ഒരിക്കലും കുര്യച്ചനെ ട്രെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിച്ചത് മ്ലാത്തിക്ക് മാത്രമാണ്. പിന്നെ കുര്യച്ചൻ അധികം സ്ഥലത്തും കാണത്തില്ലല്ലോ. പിന്നെ വിനീതിന്റെ ക്യാരക്ടറെ കൊന്നത് എന്തിനാണ്? സത്യം പറഞ്ഞാൽ വിനീതിന്റെ ഐഡിയ ആണല്ലോ മ്ലാത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് മാത്രമാണോ കൊന്നത്? അല്ല. ഇനി എങ്ങാനും കുര്യച്ചനെ കണ്ടുപിടിച്ചാലോ ഈ ഒരു വിനീതിന്റെ ക്യാരക്ടർ? കാരണം പുള്ളിയും ഒരു ഡോഗ് ട്രെയിനർ ആണല്ലോ. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം വിനീതിന്റെ ക്യാരക്ടറെ കൊന്നത്. മിക്കവർക്കും മനസ്സിലാകാതെ പോയ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പറഞ്ഞതാണ്, ഈ ഒരു ഭാഗമാണ്. പിന്നെ നരേന്റെ ക്യാരക്ടർ ഒരു പോലീസ് ആകുമെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അല്ല, പുള്ളിക്കാരൻ പോലീസൊന്നുമല്ല. പുള്ളിക്കാരന് കുര്യച്ചന്റെ കയ്യിൽ നിന്നും 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്, അല്ലാതെ പോലീസൊന്നുമല്ല. എല്ലാവർക്കും ഡൗട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.